നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിൽ 20ാമത്തെ ദശകം. ഋഷഭ യോഗീശ്വര ചരിതമെന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. ആ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നേധ്രരാജാദുദിതോ ഹി നാഭിഹി ത്വാം ദൃഷ്ടവാനിഷ്ഠതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നേധ്രരാജാത് ഉദിതഃ ഹി നാഭിഹി ത്വാം ദൃഷ്ടവാൻ ഇഷ്ടതം ഇഷ്ടിമധ്യേ തവ ഏവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാത് ആഗ്നേധ്രരാജാത് ഉദിതഃ നാഭിഹി തവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ ഇഷ്ടിമധ്യേ ഇഷ്ടതം ത്വാം ദൃഷ്ടവാൻ ഹി. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ ആഗ്നേധ്രൻ എന്ന രാജാവിന് നാഭി എന്ന സുതൻ ജനിച്ചു. വിഷ്ണുവിൻ്റെ അങ്ങേയറ്റം ഭക്തനായ ആ നാഭി രാജാവ് ഭവാന്റെ പ്രീതിക്കായി യാഗം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ യജ്ഞമധ്യത്തിൽ ഭവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് സാരം.